ആ 132 എന്ന് പറയുന്ന കട്ട് ഓഫിനെയും മറികടന്നുകൊണ്ട് ഏകദേശം 600 കുട്ടികൾക്കടുത്ത് മലപ്പുറം ജില്ലയിൽ NMMS സ്കോളർഷിപ്പ് നേടുകയാണ്. MSF കമ്മിറ്റി തന്നെ ഈ അവാർഡിന് പുറമെ ഇപ്പൊ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഏകദേശം 60-ൽ പരം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1.5 മാസത്തോളം ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സിലബസ് മാറ്റവും ചോദ്യപേപ്പറിലെ പുതുമകളും അടക്കമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും കായിക രംഗത്ത് പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കാൻ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ജേഴ്സി വിതരണവും സംഘടിപ്പിച്ച് MSF ഭാരവാഹികൾ. പെരിന്തൽമണ്ണ നഗരസഭയിലെ പാതായിക്കര 15-ാം വാർഡ് കോവിലകംപടി MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വർഷം SSLC, +2, LSS, USS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവധിക്കാലത്ത് PTM കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജേഴ്സി വിതരണവും ചെയ്തത്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. MSF ജില്ലാ സെക്രട്ടറി നബീൽ വട്ടപ്പറമ്പ് ജേഴ്സി വിതരണം നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ സമൂഹത്തിന് മുന്നിൽ ആദരിക്കുകയും ചെയ്യേണ്ടത് വലിയ ഉത്തരവാദിത്തമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മുടെ പാതായിക്കര കോവിലകംപടിയിലെ MSFന്റെ കുട്ടികളുടെ ഒരു കഠിനമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ അവാർഡ് ദാന ചടങ്ങ്. അവര് നിരന്തരം അവരുടെ സ്കൂളുകൾ വീടുകളുടെ വാച്ച് ചെയ്ത് അവരെ കുട്ടികളെ സന്ദർശിച്ച് അവര് ഇങ്ങനെ അവാർഡ് ദാന ചടങ്ങ് ഉണ്ടാക്കിയത് അവരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, അവാർഡ് ദാനം ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. വിദ്യാർത്ഥികളുടെ പഠനത്തിനൊപ്പം കായിക രംഗത്തും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് MSF അവധിക്കാലത്ത് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ജേഴ്സികൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടിയിൽ ഒതുങ്ങുന്നതല്ല കോവിലകംപടി MSFന്റെയും മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തനങ്ങളെന്നും കായികം, സാമൂഹിക സേവനം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം തുടങ്ങി വിവിധ മേഖലകളിൽ തുടർച്ചയായ ഇടപെടലുകളാണ് കമ്മിറ്റി നടത്തുന്നതെന്നും കോവിലകംപടി മേഖല മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് പറഞ്ഞു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 15-ാം വാർഡ് കോവിലകംപടി മേഖല MSF കമ്മിറ്റി ഇന്ന് ഏകദേശം 60-ൽ പരം ഈ പ്രദേശത്തെ ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC, +2, LSS, NMMS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എല്ലാ കമ്മിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാണ് പാതായിക്കര കോവിലകംപടിയിലെ മുസ്ലിം ലീഗും MSFും യൂത്ത് ലീഗും ഒക്കെ. MSF കമ്മിറ്റി തന്നെ ഈ അവാർഡിന് പുറമെ ഇപ്പൊ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഏകദേശം 60-ൽ പരം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1.5 മാസത്തോളം ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായി ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെയും പ്രദേശത്തെയും ഏകദേശം 16 വയസ്സിന് താഴെയുള്ള 16 ടീമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ മത്സരവും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ കുട്ടികളെ ഈ MSF മുസ്ലിം ലീഗിന്റെ പരിപൂർണ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഇവര് ഇതൊക്കെ ചെയ്തു വരുന്നത്. ഒരു പിന്നിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള വിദ്യാർത്ഥികളാണ് ഈ പരിപാടികളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക സപ്പോർട്ടാണ് എല്ലാറ്റിന്റെയും ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നത്. പാതായിക്കരനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ പരിപൂർണ സാമ്പത്തിക സപ്പോർട്ട് ഇവിടുത്തെ MSFനുണ്ട്, യൂത്ത് ലീഗിനുണ്ട്, STUവിനുണ്ട്. ഈ വർഷം സിലബസ് മാറ്റവും പരീക്ഷാ രീതിയിലെ വ്യത്യാസങ്ങളും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിട്ടും മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടിയതായി MSF ജില്ലാ സെക്രട്ടറി നബീൽ വട്ടപ്പറമ്പ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെ ആദരിക്കുകയാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഈ വർഷം നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ. കാരണം സിലബസ് മാറിയ സാഹചര്യം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയ സാഹചര്യം, അങ്ങനെയൊക്കെ ആകുമ്പോഴും വലിയ വിജയമാണ് നമ്മുടെ മക്കൾ നേടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, LSS ആയാലും USS ആയാലും NMMS ആയാലും ഇപ്പൊ തൊട്ടടുത്ത പാലക്കാട് ജില്ലയിൽ NMMS നേടുന്ന ഒരു കുട്ടിക്ക് 116 മാർക്കോളം സ്കോളർഷിപ്പിന്റെ കട്ട് ഓഫ് ആണെങ്കിൽ അത് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ 132 ആണ്.
ആ 132 എന്ന് പറയുന്ന കട്ട് ഓഫിനെയും മറികടന്നുകൊണ്ട് ഏകദേശം 600 കുട്ടികൾക്കടുത്ത് മലപ്പുറം ജില്ലയിൽ NMMS സ്കോളർഷിപ്പ് നേടുകയാണ്. അതുപോലെ തന്നെ LSSും USS ഒക്കെ വലിയ വിജയം. ഫുൾ A+ന്റെ കാര്യം നമ്മൾ പറയേണ്ട, നമ്മുടെ ജില്ല സംസ്ഥാനത്ത് തന്നെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ജില്ലയാണ്. ഇങ്ങനെ വലിയ വിജയം നേടുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇത് നേടുന്നത്. നമുക്കറിയാം, ഉത്തമമായ ബോധ്യമുണ്ട്. അവര് ത്യജിച്ച കല്യാണങ്ങള്, അവര് ത്യജിച്ച മറ്റു ചടങ്ങുകള്, അവര് എടുത്ത എഫേർട്ട്, ഈ എഫേർട്ടിനെ MSF അംഗീകരിക്കുകയാണ്. മുസ്ലിം ലീഗ് ആദരിക്കുകയാണ്. എന്നും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ചെയ്ത പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പാതാക്കര മേഖലയിലെ മുഴുവൻ കുട്ടികളും, ഫുൾ A+കാരെ മാത്രമല്ല, വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആദരിക്കുകയാണ് MSF ഇവിടെ. ഒരിക്കൽ കൂടി ആ വിജയം നേടിയ വിദ്യാർത്ഥികളെ ഹൃദയത്തിൽ തട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ റോഷൻ മേലേതിൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, കൊളക്കാടൻ ഖാദർ, മുനിസിപ്പൽ യൂത്ത് ലീഗ് ഭാരവാഹികളായ കുറ്റീരി മൂസ, മേലേതിൽ മുനീർ, മുസ്ലിം ലീഗ് സെക്രട്ടറി ഹബീബ് മണ്ണെങ്ങൽ, വനിതാ മുസ്ലിം ലീഗ് സെക്രട്ടറി CK സുഹറ, വാർഡ് വനിതാ ലീഗ് ഭാരവാഹികളായ KP ആസിയ, സാജിദ തൊണ്ണംതൊടി, MSF ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഠനത്തിലെ മികവിനെ ആദരിക്കുകയും കായിക രംഗത്തേക്ക് കുട്ടികളെ കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യുന്ന ഇത്തരം കൂട്ടായ്മകൾ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസവും പ്രചോദനവും നൽകുമെന്ന പ്രതീക്ഷയിലാണ് പാതായിക്കര കോവിലകംപടി MSF കമ്മിറ്റി. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.